കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ 2500 രൂപ വിലയിരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി. ആ 4ാം ക്ലാസ്സുകാരിയായ 9കാരിക്ക് എവിടുന്നാണ് ഇലക്ട്രോണിക് സിഗരറ്റ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടുന്ന് കിട്ടി? 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA. എന്താണ് MDMA അറിയോ? മാരകമായ മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്നറിയണ്ടേ? 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്ന കാരണം എന്തായി? ആ കുട്ടിയെ ഈ MDMA ചെറുതായിട്ട് കൊടുത്തിട്ട്, ക്രീം ബിസ്ക്കറ്റിനകത്ത് MDMA കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ MDMAയുടെ കാരിയറാക്കി മാറ്റി, എന്നുവെച്ചാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി. 13ാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്, ഞങ്ങൾ കേസെടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ദയവായി എന്ത് ചെയ്യണം? നമ്മളുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം. അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതായത് മക്കളുമാരും അമ്മയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം. സംസാരിക്കണം, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കണ്ട. കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ആഹാരം കഴിക്കും. ആ ശീലമേ വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ അമ്മയുടെ കഴുത്തറുത്ത